കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠനാമത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 14-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കുവാൻ പാടില്ല. കർത്താവ് എന്തുകൊണ്ടായിരിക്കും ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന്? വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം കാണുന്നു, കർത്താവായ യേശുക്രിസ്തുവാണ് വെളിച്ചം. കർത്താവാകുന്ന യേശുക്രിസ്തു പ്രകാശമായി വെളിച്ചമായി ഈ ലോകത്തിലേക്ക് വന്നു. ഇരുണ്ട സ്ഥലത്താണ് വെളിച്ചം ഏറ്റവും കൂടുതൽ പ്രകാശിക്കുന്നത്. പ്രകാശത്തിൻ്റെ ജ്യോതിസും തേജസ്സും വളരെ വ്യക്തമായി പ്രകടമാകുന്നത് ഇരുണ്ട സ്ഥലങ്ങളിലാണ്. വേർ ദെയർ ഈസ് ലൈറ്റ് ദെയർ ഈസ് നോ ഡാർക്ക്നെസ് എന്നാണ് അതിനെക്കുറിച്ച് നാം പഠിക്കുന്നത്. ദ ആബ്സെൻസ് ഓഫ് darkness is known as light. In this darkened world, Jesus Christ came as the light to illuminate each and every one of us. അപ്പോൾ കർത്താവാകുന്ന യേശുക്രിസ്തു വെളിച്ചമായി ലോകത്തിലേക്ക് വരുമ്പോൾ ആ പ്രകാശത്തിലൂടെ നമ്മൾ പ്രകാശമായി തീരുന്നു. കർത്താവ് എങ്ങനെയാണ് ലോകത്തിൻ്റെ പ്രകാശമായത്? ലോകത്തിൻ്റെ ഇരുളിൻ്റെ പ്രവൃത്തികളെ നീക്കിക്കളഞ്ഞിട്ട് നീതിയുടെയും സമാധാനത്തിൻ്റെയും പ്രവൃത്തിയെ ലോകത്തിന് കാണിച്ചു കൊടുത്തു. തൻ്റെ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുത്തു. അങ്ങനെ നാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മാതൃകയാകുമ്പോഴാണ്, അതായത് നമ്മുടെ നല്ല പ്രവൃത്തികളെ മനുഷ്യരുടെ മുമ്പിൽ ചെയ്യുമ്പോഴാണ് നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചമായി മാറുന്നത്. അതേ പ്രിയരെ, നമ്മൾക്ക് ഓരോരുത്തർക്കും ലോകത്തിൻ്റെ വെളിച്ചമായി, ലോകത്തിൻ്റെ പ്രകാശമായി തീരുവാൻ ഈ നാളുകളിൽ വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. വിശുദ്ധ മത്തായി സുവിശേഷം 5-ന്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാകുന്നു എന്നാണ്. എന്നാൽ ആ ഉപ്പിന് കാരമില്ലാതെ പോയാൽ അതിന് പിന്നെ എന്തെന്നുകൊണ്ട് രസം വരുത്തുവാൻ സാധിക്കും? അതിന് പിന്നെ രസം വരുത്തുവാൻ സാധിക്കുകയില്ല. അത് പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടിക്കളയുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ലോകത്തിൻ്റെ ഉപ്പാണ്, ലോകത്തിൻ്റെ വെളിച്ചമാണ്. ഉപ്പിന് കാരമുണ്ടെങ്കിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. നമ്മൾ കാരമുള്ള ഉപ്പായി അനേകർക്ക് അനുഗ്രഹമായി നമ്മുടെ നല്ല പ്രവൃത്തികൾ മനുഷ്യർക്ക് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് കൃപ ചെയ്യുമാറാകട്ടെ. പ്രാർത്ഥിക്കുക. പരിശുദ്ധ കർത്താവേ, ഞങ്ങൾ ജനിച്ച് ജീവിച്ച് മരിച്ചു എന്നതിലുള്ളതിലല്ല, അതിലുപരിയായി ഞങ്ങളിലൂടെ കർത്താവ് ഈ ലോകം പ്രകാശം അനുഭവിക്കുവാൻ, ആ പ്രകാശം എന്തെന്ന് മനസ്സിലാകുവാൻ, ഞങ്ങളുടെ നല്ല പ്രവൃത്തികളിലൂടെ അനേകരെ പ്രകാശമാകുന്ന യേശുവിനെ കാണുവാൻ, കണ്ടെത്തുവാൻ കർത്താവ് കൃപ ചെയ്യണം. ഇരുളിൽ പ്രകാശിക്കുന്ന വിളക്കായി, വെളിച്ചമായി അടിയങ്ങളെ ഓരോരുത്തരെയും